നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 മുതൽ ജനുവരി 3 വരെ നടക്കും. 26 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശത്തെയും സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് 700ഓളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. 31-ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ 31 മുതൽ ദേശീയ സീനിയർ മെൻ ആൻഡ് വിമൺ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുകയാണ്. ഇതിനുമുമ്പ് തന്നെ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സംഘാടക സമിതി മുതൽ മാധ്യമത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും കണ്ണൂർ പ്രസ് ക്ലബിന്റെയും അഭേദ്യമായ സഹായവും ഇടപെടലുകളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ടൂർണമെന്റാണ്. ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മാച്ച് കൂടിയാണ്. ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കായിക താരങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെൻസിംഗിനകത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ ഭവാനി ദേവി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് കോമൺവെൽത്തിലൊക്കെ മെഡൽ നേടിയിട്ടുള്ള നിരവധി കായിക താരങ്ങൾ ഈ മത്സരത്തിനകത്ത് പ്രധാനമായിട്ടും ജിഷോനിധി, കിരൺ ഉൾപ്പെടെയുള്ള മെൻ സെക്ഷനിലുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ സംഘാടക സമിതി വളരെ നേരത്തെ സുമേഷ് MLA നേതൃത്വത്തിൽ ചെയർമാനായി രൂപീകരിക്കുകയും വളരെ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിന് സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകം സജ്ജീകരിച്ച 13 പിസ്റ്റുകളിൽ ആണ് മത്സരങ്ങൾ നടക്കുക. എപ്പി, സാബർ, ഫോയൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും നടക്കും. ഫെൻസിംഗ് ഫെഡറേഷൻ സെക്രട്ടറി രാജീവ് മേത്ത, MP-മാരായ കെ സുധാകരൻ, വി ശിവദാസൻ, ഫെൻസിംഗ് ഫെഡറേഷൻ ട്രഷറർ ബഷീർ അഹമ്മദ് ഖാൻ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ് മത്സര സമയം. ജനുവരി 2-ന് രാവിലെ ഏഷ്യൻ ഫെൻസിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രാജീവ് മേത്തക്ക് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. സമാപന സമ്മേളനം ജനുവരി 3-ന് വൈകിട്ട് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്, തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, സജി ജോസഫ് MLA, M വിജിൻ MLA എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KB സുമേഷ് MLA, OK വിനീഷ്, ഡോക്ടർ NK സൂരജ്, മുജിബ് റഹ്മാൻ, BP പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.